വീണ്ടും ഒരു മഴ വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുണ്ടേ. ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ വീണ്ടും ഒരു മഴ വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണേ. പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ, ഷെയർ ചെയ്യാനും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും അത് ഒന്ന് കമൻറ്റായി അറിയിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളെ പ്രതീക്ഷയോടെ നല്ല ബുദ്ധിമുട്ടിൽ തന്നെയാണ് എടുത്ത് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രതികരണം അറിഞ്ഞാൽ നന്നായിരുന്നു എന്നൊരാഗ്രഹമുണ്ട്. അത് ചെയ്താൽ ഒത്തിരി സന്തോഷം കേട്ടോ. അങ്ങനെ ഇന്നത്തെ മഴയാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് ഇടിയും മുഴങ്ങുന്നുണ്ടായിരുന്നേ. അതിൻ്റെ നല്ല ശബ്ദം ഇതിനകത്ത് കേൾക്കാനുണ്ട്. രാവിലത്തെ മഴ കഴിഞ്ഞ് കുറച്ച് വെയിൽ തെളിഞ്ഞ് നന്നായിട്ട് കഴിഞ്ഞ് വീണ്ടും മഴക്കാറാട്ടോ. കാണാമോ? ഇനിയും മഴ പെയ്യും. ഞാൻ ജോലിക്ക് പോവുകയാണ്. ഞാൻ ഈ നടക്കുന്ന വഴി വിചാരിക്കുമായിരുന്നേ, നമ്മളെല്ലാത്തിനും വിധിയെ പഴിക്കുന്നവരാണല്ലോ എന്ന്. എൻ്റെ വിധി ഇങ്ങനെയാണല്ലോ ഇങ്ങനെ പറയില്ലേ എല്ലാത്തിനും. ചിലർ പറയൂ നടക്കുന്നതിനെ കുറിച്ചാണ്. അതാണ് ഞാൻ ഓർത്ത്. ചില ആൾക്കാർ പറയും, നമുക്കെന്ന് നടക്കാനായി വിധി, നടക്കാനായി മുഖം എന്നിങ്ങനെ പറയും. അപ്പം ഞാൻ ഓർത്തു, നമ്മൾ നടക്കുന്നെങ്കിൽ അത്രയും നല്ലതല്ലേ. ഇപ്പോൾ ഞാൻ നടക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു നടപ്പിൻ്റെ ആവശ്യം എനിക്ക് വേറെ വരുന്നില്ല. 2 നേരം നടക്കുമ്പോൾ ഒരു 20 മിനിറ്റ് അടുത്ത് 2 നേരം നടക്കുമ്പോൾ ഒരു 40 മിനിറ്റ് നടക്കുന്നുണ്ട്. ഒരുമിച്ചായിട്ടല്ലേലും എന്നാലും അത് ഗുണകരമാണല്ലോ. പിന്നെ ഞാൻ നടക്കുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നടക്കണ്ട. അല്ലാത്തവർക്ക് എന്ത് ചെയ്യണം? നടക്കാത്തവർക്ക് നടക്കാൻ വേണ്ടി. അപ്പോൾ എന്തിനും ഏതിനും പാവം പിടിച്ചില്ല ലാഭം. നമുക്ക് പഴിചാരണ്ട. നടക്കാൻ കിട്ടുന്ന അവസരം നന്നായിട്ട് 2 കൈയും വീശി അങ്ങോട്ട് നടക്കാം കേട്ടോ. ജീവിതത്തിൽ ഏത് കാര്യം വന്നാലും അത് നമ്മൾ എൻ്റെ വിധി എന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടണ്ട. അതെല്ലാം നമുക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ നന്മയായിരിക്കും. ഏത് വിഷയം അങ്ങനെ തന്നെ കേട്ടോ. നമ്മളിപ്പോൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല. നമുക്കത് പിന്നീട് എപ്പോഴെങ്കിലും മനസ്സിലാവും, അത് നല്ലതായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്ന്. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ഇനി നമുക്ക് പഴമയുടെ രുചിയുള്ള ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ. മാങ്ങ കഴുകി നനവ് ഉണക്കി അമ്മപ്പൂള്, അപ്പംപൂള്, മക്കളപ്പൂള് ഇങ്ങനെ മാങ്ങാണ്ടയിൽ നിന്ന് വേർപെടുത്തി കുനുകുനയോ വലിപ്പത്തിലോ ഓരോരുത്തരുടെയും ഇംഗിതത്തിനനുസരിച്ച് അരിഞ്ഞെടുക്കുക. മാങ്ങ അരിയുന്നതിന് ഞാൻ കുറച്ച് എളുപ്പ വഴികൾ ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അതിനിടയിൽ വേണ്ട സാധനങ്ങൾ എടുത്ത് വയ്ക്കാം. ഒരു 3 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീതിയും ഉള്ള ഒരു കഷ്ണം ഇഞ്ചി. പിന്നെ വലിയ അല്ലിയുള്ള ഒരു വലിയ കുടം എന്ന് വെച്ചാൽ ഒരു വലിയ മുഴുവൻ വെളുത്തുള്ളി എടുത്ത് വെക്കുക. അത് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. എരിവിനനുസരിച്ച് 8-10 പച്ചമുളക്, പിന്നെ കറിവേപ്പില 2-4 അതിൽ കറിവേപ്പിലയും ചേർക്കാം. ഈ അരിഞ്ഞെടുത്ത മാങ്ങ കഷ്ണങ്ങളെ ഒരു നനവില്ലാത്ത പാത്രത്തിലേക്ക് ബിരിയാണി എടുക്കുന്നത് പോലെ എടുക്കാം. ചിക്കന് പകരം നമ്മൾ കല്ലുപ്പാണ് ഇതിൻ്റെ ഇടയിൽ ഇടുന്നത്. ഒരു 50 ഗ്രാം കല്ലുപ്പ് ഇടാം. അത് 1 കിലോ മാങ്ങയുടെ കണക്കാണ് ഞാനീ പറയുന്നത്. മാങ്ങ ഇടുക, കല്ലുപ്പ് വിതറുക, അത് നിരത്തി ഇടുക കേട്ടോ. അതിപ്പോൾ അമർത്തി വെക്കുക കേട്ടോ. അങ്ങനെ ആ കല്ലുപ്പിട്ട് ചേർത്ത് നന്നായിട്ട് അമർത്തി മുകളിലും കല്ലുപ്പിട്ട ശേഷം ഈ 50 ഗ്രാമിനെ ഉള്ള രീതിയിൽ ഇടുക. ഞാൻ ഇടുന്ന കണക്ക് ഇപ്പോൾ ചെയ്യുന്നത് 1 കിലോ മാങ്ങയല്ല. ഞാൻ കൃത്യമായ ഒരു കൈയളവിലാണ് ഇട്ടിരിക്കുന്നത്. അത് ആ മാങ്ങയ്ക്ക് കണക്കാണ്. ഇങ്ങനെ തത്തിപ്പൊത്തി ഒരു ദിവസം വയ്ക്കുക. പിറ്റേന്നാണ് അച്ചാറിടേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് അച്ചാറിടാം. ഇന്ന് ഒരു വലിയ സ്പൂൺ, 1 കിലോ മാങ്ങയ്ക്ക് ഒരു 100 ഗ്രാം എണ്ണ എടുക്കുക. അതിലേക്ക് വലിയ സ്പൂണിന് 1/2 സ്പൂൺ കടുക്, അത് പൊട്ടി വരുമ്പോഴേക്കും അതുപോലെ തന്നെ 1/2 സ്പൂൺ ഉലുവ ഇവ ചേർത്ത് പൊട്ടിക്കുക. കരിയരുത്. എല്ലാം പൊട്ടി വരുമ്പോഴേക്കും നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കഷ്ണങ്ങളാക്കിയ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റുക. കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല. കറിവേപ്പിലയും കൂടി ആ കൂടെ ഇടുക. പിന്നെ ചില ആളുകൾക്ക് വറ്റൽമുളക് ഇഷ്ടമാണ്. അവർക്ക് അതും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം.
ഇതിലേക്ക് 3 വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുക. 3 വലിയ സ്പൂൺ. ഇത് 4 സ്പൂൺ ഉണ്ട്. ഇത് 1 കിലോ മാങ്ങ അല്ല. 1 കിലോ മാങ്ങയ്ക്ക് 3 വലിയ സ്പൂൺ മുളക് പൊടി മാത്രം ഇടുക. പിന്നെ നിങ്ങളുടെ ആവശ്യാനുസരണം അതേ ഞാൻ പറയൂ. അത് അറിവില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഉലുവാപ്പൊടി ഒരു വടിച്ച് 1/2 സ്പൂണിനടുത്ത് ഇട്ടാൽ മതി. ഇത് എല്ലാം അധികമാണ് ഞാൻ ഇടുന്നത്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർക്കുക. അത് ആവശ്യാനുസരണം ചേർക്കുക. അതിൽ ഒരു കുഴപ്പവുമില്ല. പിന്നീട് നമ്മൾക്കിതിൽ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും കായപ്പൊടിയും ഞാൻ ഓർക്കാതെ കുടഞ്ഞിട്ടു. അതെനിക്ക് കണക്കാണ് അളവ്. ഞാൻ ഇടുന്ന അളവ് കണക്കാണ്. പക്ഷെ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ വീണ്ടും ഇടുകയാണ്. അതും ഒരു 1/2 സ്പൂൺ വടിച്ച് 1/2 സ്പൂൺ കായപ്പൊടി ഇടാം. വീണ്ടും നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. പക്ഷേ മാങ്ങയ്ക്ക് അത്ര മതി. അതും ഒന്ന് ചൂടാവും. ഒരുപാട് സമയം വേണ്ട. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ വെച്ചിരുന്ന മാങ്ങ ഒന്നും കൂടി ഇളക്കുക. അതിൻ്റെ അകത്ത് കല്ലുപ്പ് ഒരു പക്ഷേ എല്ലാം അലുക്കാതെ ഇരിക്കുന്നുണ്ടാകാം. അത് കുഴപ്പമില്ല. അതൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ടാൽ മതി. അപ്പം തീ കുറച്ച് വെക്കുകയും ഓഫാക്കി വെക്കുകയൊക്കെ ചെയ്യണം. ചില സമയത്ത് കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഓഫാക്കി വെക്കുക. അപ്പോൾ ഇപ്പോൾ തീ കത്തിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും മുളകിട്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ ഒന്ന് കുറച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ നല്ലപോലെ കൂട്ടി ഇളക്കുക. ഒരുപാട് ചൂടാവരുത്. ചെറിയ ഒരു ചൂടായാൽ മാത്രം മതി. കാരണം ഈ മാങ്ങ അലുത്ത് വെന്ത് കിട്ടണമെന്നുള്ളവർക്ക് തിളപ്പിച്ച് ചൂടാക്കിയെടുക്കാം. പക്ഷേ ഇത് കറുകറ കിട്ടണമെങ്കിൽ, കട്ടിയായിട്ട് തന്നെ മാങ്ങ കിട്ടേണ്ടവർക്ക് ഇതേപോലെ കുറച്ചൊന്ന് ചെറിയൊരു ചൂടാക്കിയാൽ മാത്രം മതി. ഒരു കേടും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ വെച്ച് കുറച്ച് സമയം തണുത്ത ശേഷം വീണ്ടും കുപ്പിയിലേക്ക് ആക്കാം. കുപ്പിയിലാക്കി നമ്മൾ നന്നായിട്ട് അടച്ചു വെക്കരുത്. തണുത്താലും വീണ്ടും ഒരു ചെറിയ ആവിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം കെട്ടാതിരിക്കാനാണത്. വീണ്ടും നമ്മളതിനെ ചെറിയ തോതിലൊന്ന് അടച്ചു വെച്ചാൽ മതി. വക്കൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് മുകളിൽ അടപ്പ് വെച്ച് അങ്ങനെ വെക്കുക. അപ്പം നമ്മൾ ഒരാഴ്ച കഴിഞ്ഞൊക്കെ ഇതെടുത്ത് കൂട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. എങ്കിലും ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം, അച്ചാറിട്ടതിൻ്റെ പിറ്റേ ദിവസത്തെ ആണ് ഞാനതിൻ്റെ മണവും ഗുണവും ഒക്കെ നോക്കുകയാണ്. എന്താ ഒരു ടേസ്റ്റ് എന്നറിയുമോ? നല്ല സ്മെല്ലും ഉണ്ട്. ഉപ്പ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ വിനാഗിരി ചേർക്കുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നിങ്ങൾ ഈ അച്ചാറുണ്ടാക്കി ഇഷ്ടമായെങ്കിൽ അതിൻ്റെ കമൻ്റ് ഇടുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെയും ടാറ്റാ.